നടിയെ ആക്രമിച്ച കേസിൽ അപ്പീൽ നൽകി സർക്കാർ. വിചാരണ നീതിപൂർവ്വം നടന്നില്ലെന്ന് പ്രോസിക്യൂഷൻ. തെളിവുകൾ പരിശോധിച്ചത് പക്ഷപാതപരമായിട്ട്. പൾസർ സുനി ദിലീപ് ബന്ധത്തിന് തെളിവുകളുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ തള്ളിയത് നിസാര കാരണങ്ങളാലെന്നും വാദം. കേരള സ്റ്റോറി 2 റിലീസിന് അനുമതി. സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ പ്രദർശിപ്പിക്കാമെന്ന് നിരീക്ഷണം. കോടതി ഇടപെടൽ നിർമ്മാതാക്കൾ സമർപ്പിച്ച അപ്പീലിൽ. വിവാഹമോചനത്തിന് ഹർജി നൽകി വിജയിയുടെ ഭാര്യ. ചെന്നൈ ചെങ്കൽപ്പേട്ട് കോടതിയിൽ ഹർജി നൽകി. നീക്കം വിജയും തൃഷയും തമ്മിൽ അടുപ്പത്തിലെന്ന വിവാദത്തിനിടെ. നിർണായക നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. ആലപ്പുഴ മാരാരിക്കുളത്തെ തീരദേശവാസികൾക്ക് വഴി തുറക്കുന്നു. അനുമതി പത്രം ഒപ്പിട്ട് നൽകുമെന്ന് കമ്പനി അധികൃതർ. നാട്ടിലെല്ലാവർക്കും കൂടെ ആയിട്ട് നമുക്കൊരു വഴി എങ്ങനെയാണ് ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് വഴി കൊടുക്കേണ്ടത് ആ രീതിയിൽ നമ്മൾ കൺസെന്റ് കൊടുത്തു. 3 മാസത്തിനുള്ളിൽ റോഡ് നിർമ്മിച്ചു നൽകുമെന്ന് MLA. അപ്പോൾ നമുക്ക് ഇപ്പോൾ റോഡിൻ്റെ പടി എന്തായാലും ഇപ്പോൾ തുടങ്ങാം. കാരണം ഇതിനെ ആസ്തി രജിസ്റ്റർ കയറ്റണം. ഇത് തന്നിട്ട് ആസ്തി രജിസ്റ്റർ കയറ്റണം. 2-3 മാസത്തിനുള്ളിൽ ചെയ്യാൻ കഴിയും. പക്ഷേ അതിന് മുമ്പ് തന്നെ വഴി നന്നായിട്ട് എർത്ത് വർക്ക് നടത്തി ജനകീയമായിട്ട് എർത്ത് വർക്ക് നടത്തണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ പിണറായി വിജയൻ നയിക്കും. പോളിറ്റ് ബ്യൂറോയിൽ ധാരണ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടുത്ത ആഴ്ചയോടെ. ഇരവിപുരത്ത് വിഷ്ണുമോഹൻ RSP സ്ഥാനാർത്ഥി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാർച്ച് 5-ന് കേരളത്തിൽ. വീണ ജോർജ് ആശുപത്രി വിട്ടു. ആക്രമണത്തിൽ റിമാൻഡിൽ കഴിയുന്ന KSU പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറ്. ആരോഗ്യമന്ത്രി ഹാസ്യ കഥാപാത്രമായി മാറിയെന്ന് VD സതീശൻ. ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമായി മറുപടി പറയില്ലെന്ന് AN ഷംസീർ. ശബരിമല കൊടിമര പുനർനിർമ്മാണത്തിൽ മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴിയെടുത്തു വിജിലൻസ്. സ്വർണം നൽകിയിരുന്നതായി മോഹൻലാലിന്റെ മൊഴി. സ്വർണ്ണക്കൊള്ളയിൽ KS ബൈജുവിന് ജാമ്യം. പടിപൂജ ബുക്കിംഗിലും ക്രമക്കേടെന്ന് ഹൈക്കോടതി. ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കും ആശ്വാസം. പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. CBIക്ക് കോടതിയുടെ കടുത്ത വിമർശനം. സത്യം ജയിച്ചെന്ന് കെജ്രിവാൾ.